കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബയോടെക്നോളജി എന്താണ് എന്നുള്ളതും അതുപോലെ ഈ ബയോടെക്നോളജിക്കകത്ത് വരുന്ന പ്രിൻസിപ്പിൾസ്, പ്രോസസ്സസ് ഇവയെല്ലാം നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരുടെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സോ ഇവരൊരു 3 ക്രിട്ടിക്കൽ റിസർച്ച് എവിടേക്കാണ് ബയോടെക്നോളജിയുടെ യൂസ് വരുന്നത്? നമ്മളിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ടുള്ള എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ, വാക്സിൻസിൻ്റെ പ്രൊഡക്ഷനിൽ. സോ നമുക്ക് ഓൾ ടുഗദർ പറയാം ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ബയോളജിക്കൽസ് എന്നൊക്കെ പറയാം. പിന്നെ എന്താണ്, ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഫംഗസിനെ യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ GM ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ അതുപോലെ നമുക്ക് അഗ്രികൾച്ചറിലും ബയോ റെമഡിയേഷൻ, പിന്നെ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ നമുക്ക് ഫുഡ് പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. തെറാപ്യൂട്ടിക്സ്, ഡയഗ്നോസ്റ്റിക്സ്, ഇതിലെല്ലാം നമുക്ക് ബയോടെക്നോളജീനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ഓഫ് ബയോടെക്നോളജി ആർ: ഒന്നാമത്തേത് പ്രൊവൈഡിങ് ദ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് ഓർഗാനിസം, യൂഷ്വലി എ മൈക്രോബ് ഓർ പ്യുവർ എൻസൈം. അപ്പോൾ ബയോടെക്നോളജിയിൽ റിസർച്ച് ഏരിയാസ് പറയാണ്. ഒന്നെന്താണ്, ഒരു പ്യുവറായിട്ടുള്ള എൻസൈമായിട്ടോ അല്ലെങ്കിൽ ആ പ്യുവറായിട്ടുള്ള ഓർഗാനിസമായിട്ടോ അതിനെ എന്ത് ചെയ്യാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൽ നിന്ന്. ഓക്കെ, ആസ് എ കാറ്റലിസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. രണ്ടാമത്തേത് ക്രിയേറ്റിംഗ് ഓപ്റ്റിമൽ കണ്ടീഷൻസ് ത്രൂ എൻജിനീയറിംഗ് ഫോർ എ കാറ്റലിസ്റ്റ് ടു ആക്ട്. ഇനി ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയെടുത്ത നമുക്ക് കാറ്റലിസ്റ്റ് എന്ന് പറയാം. അവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഫുൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ് ടു പ്യൂരിഫൈ ദ പ്രോട്ടീൻ ഓർ ഓർഗാനിക് കോമ്പൗണ്ട്. എന്താണ്, നമ്മൾ റെഡിയാക്കി എടുത്ത അല്ലെങ്കിൽ നമുക്ക് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ ഈ പറയുന്ന മൈക്രോബിനകത്തുനിന്ന്. സോ അതിനെ ഫർദർ പ്യൂരിഫൈ ചെയ്ത് അതിൽ നിന്ന് കളക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ പാക്കേജിങ്ങിന് തൊട്ട് മുന്നേ വരുന്ന അത്രയും പ്രോസസ്സിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ വരുന്ന 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് എന്ന് പറയുന്നത് ഈ 3ആണ്. ഓക്കെ, നമുക്ക് എന്താണോ വേണ്ടത്, അതിപ്പോൾ ചിലപ്പോൾ ഹോൾ ഓർഗാനിസം ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കാം. സോ ആ ഒരു പാർട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു പോർഷനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. അടുത്തത് അഗ്രികൾച്ചറിലെ ഈ ഒരു ചാപ്റ്ററിൽ അഗ്രികൾച്ചറിലെയും മെഡിസിനിലെയും ഡയഗ്നോസിസിലെയൊക്കെ എന്താണ് ആപ്ലിക്കേഷൻസ് എടുത്തെടുത്താണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ നോക്കാം. അഗ്രികൾച്ചർ ഇവിടെ പറയുന്നത് നമുക്ക് അഗ്രികൾച്ചറിൽ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം. എന്തെല്ലാമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്? ഒന്നുകിൽ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ ഓർഗാനിക് അഗ്രികൾച്ചർ മതിയാവും, അല്ലെങ്കിൽ ജനറ്റിക്കൽ എൻജിനീയർഡ് ആയിട്ടുള്ള ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ മതിയാവും. ഇങ്ങനെയൊക്കെ കരുതും. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പല രീതിയിൽ നമ്മൾ ഈ ഒരു ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അഗ്രികൾച്ചർ മെത്തേഡ്സ് അവിടെ കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ കൺവെൻഷണൽ മെത്തേഡ് പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം സെയിം എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും തന്നെ യൂസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഓക്കെ, അതായത് നമ്മൾ ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്. ബിക്കോസ് നമുക്ക് അഗ്രികൾച്ചറിൽ നിന്നുള്ള ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ അതിൽ കാര്യമില്ല. നമുക്ക് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് ഒന്നും വരാൻ പാടില്ല. ഈ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിലെ പിന്നെ പെസ്റ്റിസൈഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ഇഫക്ട്സ് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യണം. ഓക്കെ, ഇവരുടെ ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ് പോലുള്ള കെമിക്കലുകളുടെ ഉപയോഗത്തിന് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മിനിമൈസ് ചെയ്യാൻ വേണം. അങ്ങനെ എൻവയോൺമെൻറ്റിൽ ഹാംഫുൾ ഇഫക്ട്സ് റെഡ്യൂസ് ചെയ്യണം. സോ അതിനുള്ള പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, യൂസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്.
യൂസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ വിളകളുടെ ചെടികളുടെ ജീൻസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോറിൻ DNA നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവർക്ക് അവരുടെ സിസ്റ്റം, ജനറ്റിക് സിസ്റ്റം മോഡിഫൈഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ക്രോപ്സിൽ നിന്ന് കൂടുതൽ ഈൽഡ് കിട്ടുന്നതായിട്ട് എന്താണ് ഈ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. Plants, bacteria, fungi and animals whose genes have been altered by manipulation are called genetically modified organisms. പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എന്തിൻ്റെ ആയാലും, ഏത് ഓർഗനിസത്തിൻ്റെ ആയാലും ജീനുകളെ നമ്മൾ ഓൾട്ടർ ചെയ്യുകയാണ്, ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അതിനെ പിന്നീട് ആ ചേഞ്ച് വരുത്തിയതിന് ശേഷം ആ ഓർഗനിസംസ് അറിയപ്പെടുന്നത് GMO എന്നാണ്. GMO എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസംസ് എന്നാണ് അറിയപ്പെടുന്നത്. GM plants have been useful in many ways. ജനറ്റിക് മോഡിഫിക്കേഷൻ ഹാസ്, അപ്പോൾ ഇവരുടെ യൂസസ് ഒക്കെ കുറേ പറയുന്നുണ്ട്. ജനറ്റിക് മോഡിഫിക്കേഷനിൽ എന്തൊക്കെയുണ്ട്? മെയ്ഡ് ക്രോപ്സ് മോർ ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്, കോൾഡ്, ഡ്രൗട്ട്, സോൾട്ട്, ഹീറ്റ്. ജീവയില്ലാത്ത സ്ട്രെസ്സസ് നമ്മൾ പറയത്തില്ലേ, അതിൽ വരുന്നതാണ് എന്തോന്നാണ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഹാർഷായിട്ടുള്ള തണുപ്പിലും അതുപോലെ വരൾച്ചയിലും ലവണാംശത്തിലും പിന്നെ ചൂട് സമയത്തും ഒക്കെ പ്ലാന്റ്സിന് നല്ലപോലെ അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോപ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു GMO അല്ലെങ്കിൽ ബയോടെക്നോളജി എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗനിസംസിൻ്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. ഒന്നാമത്തേത്, അവരെങ്ങനെയായിരിക്കും ടോളറൻറ്റ് ടു അബയോട്ടിക് സ്ട്രെസ്സസ്. രണ്ടാമത്തേത്, റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, പെസ്റ്റ് റെസിസ്റ്റൻറ്റ് ക്രോപ്സ്. മനസ്സിലായോ? നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡുകളെ, കീടനാശിനികളെ ആശ്രയിക്കേണ്ടത് കുറഞ്ഞു വരും. കാരണം നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, കീടങ്ങളെ സ്വയമേ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്രോപ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3, ഹെൽപ്ഡ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാർവെസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കാൻ ഇതുവഴി സഹായിക്കും. 4, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. ദിസ് പ്രിവെൻറ്റ്സ് ഏർലി എക്സോഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എന്തെയാണ് യൂസ് ചെയ്യുന്ന മിനറൽ യൂസേജും അവിടെ ഇൻക്രീസ്ഡ് മിനറൽ യൂസേജിൻ്റെ ആ ഒരു യൂസേജ് വരുന്നുണ്ടല്ലോ, അവർക്ക് ഉപയോഗിക്കാനുള്ള കഴിവ് അതും മാക്സിമം എഫിഷ്യൻ്റായി മാറുകയാണ്. പിന്നെ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്, പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഫുഡിന് എന്ത് പ്രോപ്പർട്ടിയാണോ വേണ്ടത്, ഇപ്പം നമുക്ക് വിറ്റാമിൻ A എൻറിച്ച്ഡ് റൈസാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ വിറ്റാമിൻ A കൂടുതലായിട്ട് വേണ്ട രീതിയിലാണ് നമ്മൾ ആ ഒരു ക്രോപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. മനസ്സിലായോ? അതുപോലെ നമുക്ക് എന്ത് കണ്ടൻ്റാണോ ഒരു ക്രോപ്പിൽ നിന്ന് ആവശ്യം, അതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ജനറ്റിക് മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ സോ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എങ്ങനെയായിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ ന്യൂട്രീഷണൽ വാല്യൂ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. സോ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു GM പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് വഴി. Some of the applications of biotechnology in agriculture that you will study in detail are the production of pest-resistant plants. അപ്പോൾ നമ്മൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് അഗ്രികൾച്ചറിൽ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇതിൽ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഈ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് പെസ്റ്റിസൈഡ് യൂസ്ഡ്. നമുക്ക് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യേണ്ട പെസ്റ്റിസൈഡിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. കാരണം ദ പ്ലാന്റ് ഇറ്റ് സെൽഫ് എന്താണ്, പെസ്റ്റിന് റെസിസ്റ്റൻ്റ് ആണ്. കീടങ്ങളെ അവർക്ക് എന്താണ് അവർക്ക് പ്രതിരോധിക്കാൻ പറ്റും സ്വയമായിട്ട് തന്നെ. സോ ആദ്യത്തെ എന്താണ്, BT ടോക്സിനെ പറ്റി പറയുകയാണ്. BT ടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബാക്ടീരിയം കോൾഡ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഈ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനാണ് BT ടോക്സിൻ. ഓക്കെ, അപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസിസ്, ഇതിൽ നിന്നാണ് ഈ Bയും Tയും എടുത്തിട്ട് BT ടോക്സിൻ എന്ന് പറഞ്ഞത്. BT ടോക്സിൻ ജീൻ ഹാസ് ബീൻ ക്ലോൺഡ് ഫ്രം ദി ബാക്ടീരിയ ആൻഡ് ബീൻ expressed in plants to provide resistance to insects without the need for insecticides. മനസ്സിലായോ? അപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്കുള്ളിൽ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തുണ്ട്, ഒരു ജീനുണ്ട്. സോ നമ്മൾ ആ ഒരു ജീനിനെ കട്ട് ചെയ്തെടുത്തിട്ട് നേരെ എന്തിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു പ്ലാന്റിലോട്ട് നമ്മൾ ഈ ഒരു ജീനിനെ ഇൻസേർട്ട് ചെയ്യാണ്. മനസ്സിലായോ? അപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ഈ പെർട്ടിക്കുലർ ടോക്സിനെ
ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ജീനിനെ കളക്ട് ചെയ്തതിന് ശേഷം ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ പ്ലാന്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ പ്ലാന്റ് പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്താണ്, അപ്പോൾ അവർക്ക് ബാക്ടീരിയ ആൻഡ് ബീൻ എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ് ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ് വിത്തൗട്ട് ദ നീഡ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്. പ്രത്യേകിച്ച് പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ജീന് ഇവരുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ടോക്സിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്തോളും. അപ്പോൾ ഏതെങ്കിലും പെസ്റ്റ് വന്ന് ആക്രമിക്കുമ്പോൾ ഈ ടോക്സിൻ ആ പെസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറുകയും ആ പെസ്റ്റ് അങ്ങനെ തന്നെ അവിടെ വെച്ച് നശിക്കുകയും ചെയ്യാണ് വരുന്നത്. ഇൻ ഇഫക്റ്റ് ക്രിയേറ്റഡ് എ ബയോ പെസ്റ്റിസൈഡ്. സോ നമുക്ക് ഇവരുടെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബയോ പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ. നമ്മളിവിടെ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയെടുത്തു. ഇവിടുത്തെ പ്ലാന്റ് ആണ് ആ ഒരു പെസ്റ്റിസൈഡായിട്ട് ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി എക്സാമ്പിൾസ് ആർ എന്തൊക്കെയാണ് ഇതുവഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ്? BT കോട്ടൺ ഉണ്ട്, BT കോൺ ഉണ്ട്, റൈസ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, സോയാബീൻ ഉണ്ട്. സോ ഇതിലെല്ലാം നമുക്ക് ഈ ഒരു ബാസിലസ് തുറിഞ്ചിയൻസിസിൻ്റെ ഈ ഒരു ടോക്സിൻ സെക്രീറ്റ് ചെയ്യുന്ന ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെല്ലാവരെയും നമുക്ക് ബയോ പെസ്റ്റിസൈഡൽ ഇഫക്റ്റ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് BT ടോക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Some strains of Bacillus thuringiensis produce proteins that kill certain insects such as Lepidopterans, പിന്നെ കോളിയോപ്റ്റെറൻസ് ആൻഡ് ഡിപ്റ്റെറൻസ്. മനസ്സിലായോ? ഈ ബാസിലസ് തുറിഞ്ചിയൻസിസിലെ ചില സ്ട്രെയിൻസിന് ചില ബാക്ടീരിയകൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഒരു തരത്തിലുള്ള പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ പ്രോട്ടീനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്സിൻ എന്ന് ഉദ്ദേശിച്ചത്, BT ടോക്സിൻ. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ടോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇൻസെക്ട്സിനെ കില്ല് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ലെപ്റ്റിഡോറ്റെറൻസ്, കോളിയോപ്റ്റെറൻസ്, പിന്നെ ഡിപ്റ്റെറൻസ്. ലെപ്പിഡോറ്റെറൻസ്, കോളിയോപ്റ്റെറൻസ് ആൻഡ് ഡിപ്റ്റെറൻസ്. ഇതിൽ വരുന്ന ആരൊക്കെയാണ്? ലെപ്പിഡോപ്റ്റെറൻസിൽ വരുന്നത് ടൊബാക്കോ ബഡ് വേമും ആർമി വേമും ആണ്. കോളിയോപ്റ്റെറൻസ് എന്ന് പറയുമ്പോൾ ബീറ്റിൽസ് ആണ്. ഡിപ്റ്റെറൻസിൽ എന്ന് പറയുമ്പോൾ ഫ്ലൈസും മൊസ്കിറ്റോസും ആണ് വരുന്നത്. സോ ഇവരെ എല്ലാവരെയും കൊല്ലാൻ പാകത്തിന് കഴിവുള്ള ചില പ്രോട്ടീൻസ് ആരുണ്ടാക്കുന്നുണ്ട്? ബാസിലസ് തുറിഞ്ചിയൻസിസിലെ ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബാസിലസ് തുറിഞ്ചിയൻസിസ് ഫോംസ് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഫേസ് ഓഫ് ദെയർ ഗ്രോത്ത്. അപ്പോൾ ഈ ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടല്ലോ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അവരുടെ ലൈഫിൻ്റെ അവരുടെ ഗ്രോത്ത് സ്റ്റേജിൻ്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ പറയുന്ന പ്രോട്ടീൻ ക്രിസ്റ്റൽസ് അവരുടെ ബോഡിയിൽ ഉണ്ടാക്കുകയാണ്. ദീസ് ക്രിസ്റ്റൽസ് കണ്ടെയ്ൻ എ ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. ഓക്കെ, അവരുടെ ബോഡിയിൽ ഫസ്റ്റ് ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നു. ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഇൻസെക്റ്റിനെ കൊല്ലാൻ കഴിവുള്ള ഇൻസെക്ടിസൈഡൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉള്ളത്. പിന്നെ ആക്ച്വലി ദ BT ടോക്സിൻ പ്രോട്ടീൻ എക്സിസ്റ്റ് ആസ് ഇനാക്റ്റീവ് പ്രോടോക്സിൻസ്, ബട്ട് once an insect ingests the inactive toxin, it is converted into an active form of toxin due to the alkaline pH of the gut വിച്ച് സോലബിലൈസ് ദ ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ ഈ ബാസിലസ് തുറിഞ്ചിയൻസിസിൻ്റെ ഉള്ളിൽ ഇത്രയും ഹാർഷായിട്ടുള്ള ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ, ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ബാസിലസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡീനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? ദാറ്റ് മീൻസ് ആ ഒരു ബാക്ടീരിയനെ ഈ ഒരു പ്രോട്ടീൻ തിരിച്ചു പോയി കൊല്ലുന്നില്ല, പക്ഷേ മറ്റ് ബാക്കി പെസ്റ്റുകളെയൊക്കെ നശിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇവരുടെ ബോഡിയിൽ ഇത് ഉണ്ടാക്കുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്. ഓക്കെ, ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിൻസ് ആയിട്ടാണ് ഇവരുടെ ബോഡിയിൽ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയതിന് ശേഷം എക്സിസ്റ്റ് ആവുന്നത്. ബട്ട് ഇവർ ഒരു ഇൻസെക്റ്റിൻ്റെ ഒരു പെസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരുടെ ഗട്ടിലെ ആൽക്കലൈൻ pH ഉണ്ടാവുമല്ലോ, അതുമായിട്ട് മിക്സ് ആവുന്ന സമയത്ത് ഈ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇനാക്റ്റീവ് സ്റ്റേജ് മാറി ആക്റ്റീവ് സ്റ്റേജിലോട്ട് മാറും. The activated toxin binds to the surface of midgut epithelial cells and create pores that cause cell swelling and lysis and eventually cause death of the insect. അപ്പോൾ ഈ
ഇനാക്ടിവേറ്റുള്ള പ്രോട്ടോക്സിൻ ഇൻസെക്റ്റിൻ്റെ ഗട്ടിനുള്ളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആൽക്കലൈൻ പി എച്ചിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുകയാണ്, ഇവർ ആക്റ്റീവിലോട്ട് പോവുകയാണ്, ആക്റ്റീവ് മോഡിലോട്ട് പോവുകയാണ്. ആക്റ്റീവ് മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഗട്ടിലെ എപ്പിത്തീലിയൽ സെൽസിലൊക്കെ പോയി ഇവർ ചെന്നിങ്ങനെ ബൈൻഡ് ചെയ്തതിന് ശേഷം എന്താണ്, അവിടെയൊക്കെ പോർസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സെല്ല് സ്വെല്ലാവും അല്ലേ, ഇങ്ങനെ വീർക്കും, അതുപോലെ വീർത്ത് പൊട്ടും, ലൈസിസ് സംഭവിക്കും. സോ അത്രയിലും തന്നെ എന്ത് പറ്റുകയാണ്, ഇൻസെക്റ്റ് ഡെത്ത് ആവുകയാണ്. Specific Bt toxin genes were isolated from Bacillus thuringiensis and incorporated into several crop plants such as cotton. The choice of genes depends upon the crop and the targeted pest, as most Bt toxins are insect group specific. അപ്പോൾ ഈ മിക്കവാറും BT ടോക്സിൻസും ഇൻസെക്റ്റുകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസെക്റ്റിലാണ് കൂടുതലായിട്ട് കില്ലിംഗ് ഇഫക്റ്റ് കാണിക്കുന്നത്. പലതരത്തിലുള്ള BT ടോക്സിൻ ജീനുകൾ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ടോക്സിൻ ഈസ് കോഡഡ് ബൈ എ ജീൻ Cry1AC നെയ്മഡ് ക്രൈ. ഈ ടോക്സിൻ ഉണ്ടാക്കുന്ന ഒരു ജീൻ ഉണ്ടല്ലോ, ആ ജീൻ ഏതാണ്, Cry1AC ആണ്. Cry1AC സിംപ്ലി നമുക്ക് ക്രൈ ജീൻസ് എന്ന് പറയാം. There are a number of them. For example, the proteins encoded by the genes Cry1AC and Cry2AB control the cotton bollworms. കണ്ടോ, കോട്ടൺ ബോൾ കുറേ ഇതേ പ്രോട്ടീനിനെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നാമത്തേത് കോട്ടൺ ബോൾവേംസ്, ഇങ്ങനത്തെ വേംസുകളെ നശിപ്പിക്കുന്നത്, ഇങ്ങനത്തെ വേംസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന രണ്ട് ജീൻസ് പറയണം. ഒന്ന് Cry1AC, രണ്ട് Cry2AB. ഓക്കെ, ഇവരെല്ലാവരും ഈ രണ്ടുപേരും സിന്തസൈസ് ചെയ്യുന്നത് ഈ പറയുന്ന BT ടോക്സിൻ തന്നെയാണ്. പിന്നെ അതുപോലെ കോൺ ബോററിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് Cry1AB എന്ന് പറയുന്ന ജീനെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഏതൊക്കെ ജീന് ഫസ്റ്റായിട്ട് നോക്കേണ്ടത്, BT ടോക്സിൻ എന്താണ്, പിന്നെ അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, പിന്നെ പലതരത്തിലുള്ള ജീൻസുകൾ, BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ജീനിൻ്റെയും പേരുകളും കൂടി പഠിച്ചു വയ്ക്കുക. അത് എന്തിനൊക്കെയാണ്, കോൺബോററിനും അങ്ങനെ ഏതിനാണ് ഡയറക്റ്റായിട്ട് ഇഫക്റ്റ് ആവുന്നതെന്ന് നോക്കാം. അടുത്തത് നമ്മളിപ്പോൾ BT ടോക്സിൻ കഴിഞ്ഞ് അതൊരു പെസ്റ്റിസൈഡ് ആയിട്ടുള്ള ആക്ഷനാണ് അവിടെ വന്നത്. ഇനി നമ്മൾ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിലോട്ട് പോവുകയാണ്. പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്, സെവറൽ നെമറ്റോഡ്സ് പാരസൈറ്റൈസ് എ വൈഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. ഈ നെമറ്റോഡുകൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻസ് ഉണ്ടല്ലോ, വേം ലൈക്ക് ആൾക്കാരും, ഇവരെയൊക്കെ പ്ലാന്റുകളിലും ആനിമലുകളിലും എന്ത് ചെയ്യാണ്, പരാത ജീവിതം നയിക്കുന്നവരാണ്, പാരസിറ്റൈസ് ചെയ്യും അവർ. അത്തരത്തിലുള്ള ഒരു നെമറ്റോഡാണ് മെലോഡിജിൻ ഇൻകൊഗ്നീഷ്യ എന്ന് പറയുന്നത്. ഇവർ ഇൻഫെക്റ്റ് ചെയ്യുന്നത് ആരെയാണ്, ടൊബാക്കോ പ്ലാന്റ്സില്ലേ, അവരുടെ റൂട്ടിനെയാണ് പോയി അറ്റാക്ക് ചെയ്യുന്നത്. അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ലോസ് തന്നെയാണ്, ആ ഒരു പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ നോവൽ സ്ട്രാറ്റജി വാസ് അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ദിസ് ഇൻഫെസ്റ്റേഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദി പ്രോസസ് ഓഫ് RNA ഇൻ്റർഫറൻസ്. അപ്പോൾ നമ്മൾ ആദ്യം പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിൽ പറഞ്ഞത് BT ടോക്സിൻ്റെ എന്താണ് എമർജൻസ് ആയിരുന്നു. ഇനി പറയുന്നത് RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിൻ്റെ യൂസേജ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ നെമറ്റോഡിനെ തുരത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. നോക്കാം. RNA ഇൻ്റർഫറൻസ്, അതാണ് RNAi എന്ന് കാണിച്ചിരിക്കുന്നത്. RNA ഇൻ്റർഫറൻസ് takes place in all eukaryotic organisms as a method of cellular defense. എല്ലാ യൂക്കാരിയോട്ടിക് ഓർഗനിസംസിലും സെല്ലുലാർ ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒന്നാണ് RNA ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് സൈലൻസിങ് ഓഫ് എ സ്പെസിഫിക് mRNA ഡ്യൂ ടു എ കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെൻറ്റ്സ് ട്രാൻസ്ലേഷൻ ടു ദി mRNA സൈലൻസിങ്. അപ്പോൾ നമുക്കൊരു പ്രോട്ടീനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു mRNA യിൽ നിന്നാണ് ഫർദർ അത് എൻകോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഈ mRNA യിൽ പോയി എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫർദർ പ്രോസസ്സ് ഒന്നും നടക്കത്തില്ല. ഓക്കെ, ബാക്കി ട്രാൻസ്ലേഷനൊന്നും നടക്കത്തില്ല. സോ അതാണ് ഇവിടെയും ചെയ്യുന്നത്. എന്താണ്, mRNA യിൽ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA വെച്ചിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ബാക്കി ട്രാൻസ്ലേഷനൊന്നും നടക്കത്തില്ല. സോ ഈ പ്രോസസ്സാണ് mRNA സൈലൻസിങ് ഓഫ് RNA എന്ന് പറയുന്നത്. ദ സോഴ്സ് ഓഫ് ദിസ് കോംപ്ലിമെൻ്ററി RNA കുഡ് ബി ഫ്രം ആൻ ഇൻഫെക്ഷൻ ബൈ വൈറസസ് കോസിങ്
viruses having RNA genomes or mobile genetic elements, transposons that replicate via an RNA intermediate. So ഇങ്ങനെ യൂസ് ചെയ്യുന്ന കോംപ്ലിമെൻ്ററി RNA ഉണ്ടല്ലോ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതിനെ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. From an infection by viruses having RNA genomes or mobile genetic elements that replicate via an RNA intermediate. ഇനി യൂസിങ് അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് അപ്പോൾ നമ്മളിപ്പോൾ RNA ഐസൊലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. നമുക്ക് വേണ്ടതൊരു ചെന്ന് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു RNA ആണ്. പിന്നെ യൂസിങ് അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് നെമറ്റോഡ് സ്പെസിഫിക് ജീൻസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ഹോസ്റ്റ് പ്ലാന്റ്സ്. അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന നെമറ്റോഡ് സ്പെസിഫിക് ജീൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹോസ്റ്റ് പ്ലാന്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് DNA വാസ് സച്ച് ദാറ്റ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNA ഇൻ ദി ഹോസ്റ്റ് സെൽസ്. അപ്പോൾ കൊടുക്കുന്ന DNA പ്രത്യേകത എന്താണ്, ഇവർ പ്ലാന്റിൻ്റെ ഉള്ളിൽ സെൻസ് RNAയും അതുപോലെ ആൻറ്റിസെൻസ് RNAയും പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ടു RNAs ബീയിങ് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ഫോംഡ് എ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. കണ്ടോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമുക്ക് വേണ്ടതും ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. സോ ഉണ്ടാവുന്ന സെൻസ് RNAയും ആൻറ്റിസെൻസ് RNAയും കൂടെ ചേർന്നിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA അവിടെ ഫോം ചെയ്യുവാണ്. ദാറ്റ് ഇനിഷ്യേറ്റഡ് RNA ഇൻ്റർഫറൻസ്. സോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ പോയി ട്രാൻസ്ലേഷനെ ബ്ലോക്ക് ചെയ്തോളും. ആൻഡ് ദസ് സൈലൻസ്ഡ് ദ specific mRNA of the nematode. The consequence was that the parasite could not survive in a transgenic host expressing specific interfering RNA. The transgenic plant therefore got itself protected from the parasite. ഓക്കെ, സോ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, പരിണിതഫലം എന്താണ്, ഈ പാരസൈറ്റിന് നമ്മൾ പ്ലാന്റിന് എന്താണ് ഫോറിൻ DNA കൊണ്ടുപോയി കൊടുത്ത് അതിനെ നമ്മൾ ട്രാൻസ്ജനിക് പ്ലാന്റാക്കി മാറ്റിയിരിക്കുകയാണ്. സോ അതിനകത്ത് ഈ പാരസൈറ്റിന് പിന്നീട് വന്ന് അവൻ്റെ ജീനിനെ കൊണ്ടുവന്ന് എന്താണ് ബാക്കി അവരുടെ ജനറ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻഫെക്ഷൻ അവിടെ നടക്കത്തില്ല. സോ നമുക്ക് പ്ലാന്റിന് പാരസൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ബയോടെക്നിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ ആണ് പറയുന്നത്. നമ്മളപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കിയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് BT ടോക്സിനും അതുപോലെ RNA ഇൻ്റർഫറൻസും ആണ്. ഇനി നമ്മൾ നോക്കുന്നത് മെഡിസിൻസിലുള്ള ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ഈ ഇൻസുലിൻ ഉണ്ടല്ലോ, ഇൻസുലിൻ അതിനെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളതാണ് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഡയബറ്റീസ് പേഷ്യൻസിന് കൊടുത്തിരുന്ന ഇൻസുലിനില്ലേ, ഈ ഇൻസുലിനെ എക്സ്ട്രാക്ട് ചെയ്തത് സ്ലോട്ടർ ചെയ്ത കാറ്റിൽ പിഗ്സ് ഇവരുടെ പാൻക്രിയാസിൽ നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നീട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആനിമൽ സോഴ്സിൽ നിന്നിട്ടുള്ള ഇൻസുലിനിൽ എന്ത് കണ്ടുപിടിച്ചു, ചില പേഷ്യൻസിന് അലർജി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചു. സോ അതിന് ശേഷമാണ് നമ്മുടെ ഇൻസുലിൻ്റെ ആർട്ടിഫിഷ്യൽ മേക്കിംഗ് ഒക്കെ വരുന്നത്. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിൽ 2 ഷോർട്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്, ചെയിൻ എയും ബിയും. പിന്നെ ഇവരെ ലിങ്ക് ചെയ്തുകൊണ്ട് ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ട്. ഓക്കെ, 2 സൾഫർ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ഉണ്ട്. പിന്നെ എല്ലാ മാമൽസിലും ഇൻക്ലൂഡിങ് നമ്മൾ ഹ്യൂമനിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്നത്, ഒരു പ്രോ ഹോർമോൺ അല്ലെങ്കിൽ പ്രോ എൻസൈം ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഷോർട്ടായിട്ടുള്ള എ ചെയിനും ബി ചെയിനും ഡൈസൾഫൈഡ് ബ്രിഡ്ജസും ഉണ്ട്, പ്ലസ് ഒരു എക്സ്ട്രാ സ്ട്രെച്ച് കോൾഡ് സി പെപ്റ്റൈഡും കൂടി പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത് കണ്ട പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ ഉണ്ട്, എ പെപ്റ്റൈഡ് ഉണ്ട്, ബി പെപ്റ്റൈഡ് ഉണ്ട്, പിന്നെ ഒരു സി പെപ്റ്റൈഡ് ഉണ്ട്, പിന്നെ ഡൈസൾഫൈഡ് ലിങ്കേജസ് വെച്ചിട്ടാണ് ഇവരെ ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇത് മെച്യൂർ ആവുന്ന സമയത്ത് ഈ ഒരു പ്രോ ഇൻസുലിന് പ്രോസസ്സിങ് നടന്നതിന് ശേഷം ഇതിൽ നിന്ന് സി പെപ്റ്റൈഡ് റിലീസാവും. ബാക്കി ഈ ഒരു എയും ബിയും ഡൈസൾഫൈഡ് ലിങ്കേജസും കൂടി ചേർന്നതാണ് നമുക്ക് കിട്ടുന്ന ഫങ്ഷണൽ ആയിട്ടുള്ള ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത്. Okay, this C-peptide is not present in the mature insulin and is removed during maturation into insulin. Insulin maturation ആവുന്ന സമയത്ത് C-peptide റിമൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. The main challenge for production of insulin using rDNA techniques was getting insulin assembled into a mature form. അപ്പോൾ ഇങ്ങനെ ഇൻസുലിനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫുള്ള് റീകോംബിനന്റ് DNA ടെക്നിക്സ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നോക്കിയപ്പോഴത്തേക്ക് ഇതിനെ ഒരു മെച്യൂർ ഫോമിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. സോ 19
1983 ഫസ്റ്റ് ആയിട്ട് എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവർ ദേ പ്രിപ്പയർഡ് 2 DNA സീക്വൻസസ് കറസ്പോണ്ടിങ് ടു എ ആൻഡ് ബി ചെയിൻസ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദം ഇൻ പ്ലാസ്മിഡ്സ് ഓഫ് ഇ കോളൈ ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ ചെയിൻസ്. അപ്പോൾ ഇവർ ചെയ്ത എന്താണ്, നമ്മുടെ മെച്യൂർ ഫോമിനകത്ത് സി പെപ്റ്റൈഡ് ഇല്ലല്ലോ, സോ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡാണ് ഉണ്ടാക്കേണ്ടത്. സോ അവരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോഡിനെ എൻക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ DNA സീക്വൻസസിനെ എന്ത് ചെയ്യാണ് ഇവർ ഈക്കോളയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും, എ ചെയിനും ബി ചെയിനും അവിടെ നമുക്ക് ആസ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണ്. ചെയിൻസ് എ ആൻഡ് ബി വെയർ പ്രൊഡ്യൂസ്ഡ് സെപ്പറേറ്റ്ലി, എക്സ്ട്രാക്റ്റഡ് ആൻഡ് കമ്പൈൻഡ് ബൈ ക്രിയേറ്റിംഗ് ഡൈസൾഫൈഡ് ബോൺസ് ടു ഫോം ഹ്യൂമൻ ഇൻസുലിൻ. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ആദ്യമായിട്ട് ഈ ഒരു ഇൻസുലിൻ RDNA ടെക്നിക്ക് വെച്ച് ഉണ്ടാക്കിയെന്നുള്ള നോക്കുക. പിന്നെ ഇൻസുലിനകത്ത് വരുന്ന പാർട്സ് ഏതൊക്കെയാണ്. ഇനി അടുത്ത് നോക്കുന്നത് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്താണ്? ജീൻ തെറാപ്പി ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് അലൗസ് കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫക്റ്റ് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ. കുട്ടികളിലോ അല്ലെങ്കിൽ ഭ്രൂണത്തിലോ കണ്ടുപിടിക്കുന്ന ചില ജെനറ്റിക് ഡിഫക്ട്സുകളുണ്ടല്ലോ, ജീൻ ലെവലിൽ വരുന്ന ഡിഫക്ട്സ്, അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിനെല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഹിയർ ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു പേഴ്സൺസ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ടു ട്രീറ്റ് എ ഡിസീസ്. കണ്ടോ, ഇവിടെ ജീൻസിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കോശത്തിലോ അല്ലെങ്കിൽ അവരുടെ കലകളിലോട്ടോ. കറക്ഷൻ ഓഫ് എ ജനറ്റിക് ഡിഫക്റ്റ് ഇൻവോൾവ്സ് ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ ഇൻ ടു ദി ഇൻഡിവിജ്വൽ ഓർ എംബ്രിയോ ടു ടേക്ക് ഓവർ ദി ഫംഗ്ഷൻ ഓഫ് ആൻഡ് കോമ്പൻസേറ്റ് ഫോർ ദി നോൺ ഫങ്ഷണൽ ജീൻ. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിക്കകത്തുള്ള എന്താണ് ഡിഫക്റ്റഡ് ആയിട്ടുള്ള ജീന് കാരണം എന്താണ്, അവിടെ ഒരു ഫർദർ പ്രോസസ്സിങ് നടക്കുന്നില്ല, എന്താണോ കിട്ടേണ്ടത് പ്രോഡക്റ്റ് അതൊന്നും കിട്ടുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിഫക്റ്റും ഇല്ലാത്ത ഒരു ഹെൽത്തി ജീനിനെ നമ്മൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഉള്ളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ എന്ത് പ്രോഡക്റ്റാണോ വേണ്ടത്, സർട്ടൻ പ്രോട്ടീൻസ് ആവാം അല്ലെങ്കിൽ ഹോർമോൺസ് ആവാം, എന്താണോ അവിടെ വേണ്ടത് അതിന് ഫർദർ ട്രാൻസ്ലേഷനൊക്കെ നടന്ന പ്രോഡക്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ജീൻ തെറാപ്പിയിൽ വരുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇത് എപ്പോഴാണ്, ചൈൽഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ എംബ്രിയോ സ്റ്റേജിലോ അല്ലെങ്കിൽ നോർമൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എംബ്രിയോ, ഇവിടെ നോക്കേണ്ടത് എംബ്രിയോ സ്റ്റേജിലൊക്കെ നമുക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ നോൺ ഫങ്ഷണൽ ജീനിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫങ്ഷണൽ ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ഇൻ 1990 to a 4-year-old girl with adenosine deaminase deficiency. അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന എൻസൈം ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാണ് ആദ്യമായിട്ട് ജീൻ തെറാപ്പി ചെയ്തത്, ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി ചെയ്തത്. ദിസ് എൻസൈം ഈസ് ക്രൂഷ്യൽ ഫോർ ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫങ്ഷൻ. ഈ ഒരു ADA ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം താറുമാറാവും. ഓക്കെ, അപ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻസൈമാണ് ADA എന്ന് പറയുന്നത്. ദ ഡിസോർഡർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ദി ജീൻ ഫോർ അഡിനോസിൻ ഡിയാമിനേസ്. അപ്പോൾ ഈ ഒരു ഡിസോർഡർ ഉണ്ടായത് എന്താണ്, ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ദി ജീൻ ഫോർ അഡിനോസിൻ ഡിയാമിനേസ്. ഈ ഒരു അഡിനോസിൻ ഡിയാമിനേസ് എൻസൈം ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ടാവല്ലോ. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മുടെ എന്താണ്, അഡിനോസിൻ ഡിയാമിനേസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. സോ ഈ ഒരു പ്രോഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജീൻ ഉണ്ടാവുമല്ലോ, ആ ജീനിൽ ഡിഫക്റ്റ് വന്നത് കാരണമാണ് ഈ കുട്ടിക്ക് ADA ഡെഫിഷ്യൻസി ഉണ്ടായത്. ഇൻ സം ചിൽഡ്രൻ ADA ഡെഫിഷ്യൻസി ക്യാൻ ബി ക്യൂർഡ് ബൈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻ അതേഴ്സ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അപ്പോൾ ചിലർക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴി ഇത് ശരിയാക്കാം, ചിലർക്ക് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ് പറയുന്നത്, ഇൻ വിച്ച് ഫങ്ഷണൽ ADA ഈസ് ഗിവൺ ടു ദി പേഷ്യൻറ്റ് ബൈ ഇഞ്ചക്ഷൻ വഴി ഫങ്ഷണൽ ആയിട്ടുള്ള ADA. ഓക്കെ, ഇപ്പോൾ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മുടെ അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറഞ്ഞ എൻസൈം അല്ലേ അവിടെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ആ ഒരു എൻസൈമിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ബോത്ത് ഓഫ് ദീസ് അപ്രോച്ചസ് ദാറ്റ് ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ലേ. ഒരു കുറച്ച് കാലത്തേക്ക് മാത്രം ഇത്രയും എന്താണ് ഈ ഒരു എൻസൈമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെയും നമുക്ക് അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും എന്താണ്
ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സാണ് ഇതെന്നൊക്കെ പറയുന്നത്. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ജീൻ തെറാപ്പി. പക്ഷേ ജീൻ തെറാപ്പിയിലാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലിംഫോസൈറ്റ്സ് ഫ്രം ദി ബ്ലഡ് ആൻഡ് ദ പേഷ്യൻ്റ് ആർ ഗ്രോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി. ഈ ഒരു ജീൻ തെറാപ്പി മെത്തേഡിൽ ആദ്യം ചെയ്യുന്നത് ലിംബോസൈറ്റുകളെ, ഇവരുടെ ഈ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്നുള്ള ലിംബോസൈറ്റുകളെ എടുത്ത് ഐസൊലേറ്റ് ചെയ്ത് അവരെ പുറത്ത് വച്ച് എന്താണ് കൾച്ചർ ചെയ്യുകയാണ്, ഔട്ട്സൈഡ് ദ ബോഡി കൾച്ചർ ചെയ്തെടുക്കുകയാണ്. ദാറ്റ് മീൻസ് അവരുടെ നമ്പർ കൂട്ടുകയാണ്. എ ഫങ്ഷണൽ ADAC DNA യൂസിങ് എ റിട്രോവൈറൽ വെക്റ്റർ ഈസ് ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദീസ് ലിംബോസൈറ്റ്സ്. എന്നിട്ട് ഈ ലിംബോസൈറ്റ് ഇപ്പോൾ നമ്മൾ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലിംബോസൈറ്റ്സിനെ കൾച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്? ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള അഡിനോസിൻ ഡീഅമിനേസ് cDNA. ഓക്കെ, ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ, എന്ത് ജീന്? ADA ജീനെ നമ്മൾ ഈ ഒരു ലിംബോസൈറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു യൂസിങ് എ റിട്രോ വൈറൽ വെക്റ്റർ. ഇവിടെ യൂസ് ചെയ്യുന്ന വെക്റ്റർ റിട്രോ വൈറൽ വെക്റ്ററാണ്, വിച്ച് ആർ സബ്സിക്വൻ്റ്ലി റിട്ടേൺഡ് ടു ദി പേഷ്യൻറ്റ്. എന്നിട്ട് ഈ ഒരു ഇപ്പോൾ കൾച്ചർ ചെയ്ത ലിംബോസൈറ്റിൽ എന്തുണ്ട്? നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത ജീനുണ്ട്. ഈ ഒരു എന്താണ് ഈ ഒരു എന്താണ് ഇപ്പോൾ ചേഞ്ച് വരുത്തിയ ലിംബോസൈറ്റിന് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഉള്ളിലോട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. However, as these cells are not immortal, the patient requires periodic infusion of such genetically engineered lymphocytes. അപ്പോൾ ഇതിൽ എന്താണ് സക്സസ്ഫുള്ളി നമുക്ക് ആ ഒരു ഫങ്ഷണൽ ജീനിൻ്റെ ആക്ഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. എന്താണ് പേഷ്യൻറ്റിൽ നടന്നുകൊണ്ടിരിക്കും, ബട്ട് ഇവിടെയും സെൽസ് അല്ലേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഈ പറയുന്ന ലിംബോസൈറ്റുകളെ പിന്നെയും ഒരു പീരിയോഡിക്കലി ആയിട്ട് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഹവർ ഇഫ് ദ ജീൻ ഐസൊലേറ്റ് ഫ്രം മാരോ സെൽസ് പ്രൊഡ്യൂസിങ് ADA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സെൽസ് അറ്റ് ഏർലി എംബ്രിയോണിക് സ്റ്റേജസ്, ഇറ്റ് കുഡ് ബി എ പെർമനൻറ്റ് ക്യൂർ. പക്ഷേ ഇത് നമ്മൾ ബോൺ മാരോയിൽ നിന്നൊക്കെയല്ലേ ഇത്തരത്തിലുള്ള സെൽസുകളൊക്കെ എമർജ് ചെയ്യുന്നത്. സോ നമ്മൾ ആ ഒരു എംബ്രിയോണിക് സ്റ്റേജ്, ഏറ്റവും ഏർലി എംബ്രിയോണിക് സ്റ്റേജസിൽ തന്നെ അവരുടെ ബോൺ മാരോ സെൽസിൽ നിന്നാണ് ഈ പറയുന്ന ലിംബോസൈറ്റുകളെ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ജനറ്റിക്കലി ഇംപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ക്യൂറായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ബോഡി അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും, പിന്നെ അത്തരത്തിലുള്ള സെല്ലുകളായിരിക്കും ഉണ്ടായി വരുന്നത്. സോ നമുക്ക് ആ ഏർലി സ്റ്റേജിലാണെങ്കിൽ ജീൻ തെറാപ്പി കംപ്ലീറ്റ്ലി ഒരു പെർമനൻറ്റ് ക്യൂറാണ്. അടുത്ത് വരുന്നത് മോളിക്കുലർ ഡയഗ്നോസിസ്. എന്താണ് മോളിക്കുലർ ഡയഗ്നോസിസിൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഓർക്കേണ്ടത് നമ്മുടെ കൊറോണയൊക്കെ വന്ന സമയത്ത് ഫുൾ PCR ടെസ്റ്റ് നടത്തി, അല്ലെ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതെല്ലാം എന്താണ്? റീകോമിനൻ്റ് DNA ടെക്നോളജിയുടെ ബാക്കി പത്രങ്ങളാണ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസാണ് ഈ PCR വരുന്നത്. അതുപോലെ എലൈസ എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം എന്ത് ടെക്നിക്കുകളാണ്? റീകോമിനൻ്റ് DNA ടെക്നോളജിക്കകത്ത് വരുന്ന ടെക്നിക്സാണ്, അല്ലെങ്കിൽ ബയോടെക്നോളജിക്കകത്ത് വരുന്ന ടെക്നിക്കുകളാണ് PCRും എലൈസയൊക്കെ. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് മോളിക്കുലർ ഡയഗ്നോസിസ്, സർട്ടൻ പാത്തജൻ്റെ പ്രസൻസ് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മൈക്രോബിയൽ ലോഡ് എത്രത്തോളം ആണ്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ PCR എന്നൊക്കെ പറയുമ്പോഴത്തേക്കും PCR ഈസ് നൗ റൊട്ടീൻലി യൂസ്ഡ് ടു ഡിറ്റക്ട് HIV ഇൻ സസ്പെക്റ്റഡ് എയ്ഡ്സ് പേഷ്യൻസ്. ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ടു ഡിറ്റക്ട് മ്യൂട്ടേഷൻസ് ഇൻ ജീൻസ് ഇൻ സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻസ് ടു. ഇറ്റ് ഈസ് എ പവർഫുൾ ടെക്നിക് ടു ഐഡൻറ്റിഫൈ മെനി അതർ ജനറ്റിക് ഡിസോർഡേഴ്സ്. പലതരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ PCR വളരെ ബെസ്റ്റാണ്. HIV പേഷ്യൻസ്, അതുപോലെ ക്യാൻസർ പേഷ്യൻസിലൊക്കെ ഡിഫക്റ്റീവ് മ്യൂട്ടേഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ PCR യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസിൽ PCRും എലൈസയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എലൈസ എന്ന് പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ. ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നോക്കുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് എന്താണ്? സർട്ടൻ ആയിട്ടുള്ള നമ്മളിപ്പം നമ്മുടെ ഒരു സാമ്പിളിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാത്തജൻ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മൾ ആൻറ്റിജൻ എന്നല്ലേ പറയുന്നത്. ഈ ആൻറ്റിജനിൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബോഡീസ് ബൈൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കളറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത്രത്തോളം ഈ ഒരു ആൻറ്റിജൻ, പെർട്ടിക്കുലർ ആൻറ്റിജൻ അവിടെ പ്രസൻ്റ് ആണ് എന്നുള്ളത്. സോ ആ രീതിയിൽ നമുക്ക് എലൈസ വെച്ചിട്ട് ഈ പാത്തജൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് നമ്മൾ ഈ ഓട്ടോ റേഡിയോഗ്രഫിയൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക്
ഈസി ആയിട്ട് നമുക്ക് എന്താണ് പാത്തജൻസിൻ്റെയൊക്കെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റേഡിയോ ലേബൽ ചെയ്തിട്ടുള്ള എന്താണ് ഒരു ഡി എൻ എ RNA എന്തോ ആയിക്കോട്ടെ, സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ജീനിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ജീന് അപ്പുറത്തുണ്ടെങ്കിൽ ഇവർ പോയി എന്ത് ചെയ്യും, ഹൈബ്രിഡൈസ് ചെയ്യും അല്ലേ, ഇവർ പോയി ഹൈബ്രിഡൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ലേബൽ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ആ രണ്ട് ആ ലേബിൾഡ് ആയിട്ടുള്ള DNA-യും മറ്റേ അവന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA-യും തമ്മിൽ ഇങ്ങനെ എന്താണ് ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഇവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി ഇവിടെ എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻസോ അല്ലെങ്കിൽ ഈ ഒരു ജീനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റത്തില്ല, ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്യത്തില്ല അല്ലേ, ഇവർ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യത്തില്ല, ഡബിൾ സ്റ്റാൻഡേർഡ് ആവത്തില്ല. സോ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ നമുക്ക് ഇവരെന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ DNA നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് വിഷ്വലി നേക്കഡായി വെച്ച് കാണാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ വേറൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആ മെത്തേഡാണ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോ റേഡിയോഗ്രഫി. The clone having the mutated gene will hence not appear on the photographic film because the probe will not have complementarity with the mutated gene. Mutated ജീനുമായിട്ട് പിന്നെ കോംപ്ലിമെൻറ്റാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫിയിൽ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഇവർ ബൈൻഡ് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇനി വരുന്നത് ട്രാൻസ്ജനിക് ആനിമൽസ് ആണ്. ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏതൊരു ആനിമൽസിൻ്റെ ഉള്ളിലോട്ടും ഒരു ഫോറിൻ ജീനിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തായിട്ട് മാറുകയാണ്, ട്രാൻസ്ജനിക് ആനിമലായിട്ട് മാറുകയാണ്. പിന്നെ ഹൗ ക്യാൻ മാൻ ബെനിഫിറ്റ് ഫ്രം സച്ച് മോഡിഫിക്കേഷൻസ്. ഇങ്ങനെ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രാൻസ്ജനിക് ആനിമൽസ് ക്യാൻ ബി സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു അലോ ദ സ്റ്റഡി ഓഫ് ഹൗ ജീൻസ് ആർ റെഗുലേറ്റഡ് ആൻഡ് ഹൗ ദേ അഫക്റ്റ് ദ നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. എക്സാമ്പിൾ, study of complex factors involved in growth such as insulin-like growth factor. By introducing genes from other species that alter the formation of this factor and studying the biological effects of that result, information is obtained about the biological role of the factor in the body. അപ്പോൾ നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസ് ഈ പറയുന്ന നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന റാബിറ്റ്, പിഗ്, ഷീപ്പ്, കൗ, ഫിഷ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലേ. അപ്പോൾ ഇതിൽ ഇവരെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് പല യൂസസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഒരു മെഡിസിന് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാനായിട്ട് ചില ജീൻസുകളൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ആനിമൽസിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് വഴി അതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സും കാര്യങ്ങളും, അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ജീൻസ് അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്താണ്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആനിമൽസിനെ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റഡി ഓഫ് ഡിസീസ്. മെനി ട്രാൻസ്ജനിക് ആനിമൽസ് ആർ ഡിസൈൻഡ് ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ജീൻസ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് disease. These are specially made to serve as models for human diseases so that investigation of new treatments for diseases is made possible. Today, transgenic models exist for many human diseases such as cancer, cystic fibrosis, rheumatoid arthritis, Alzheimer's. ഓക്കെ, ഇത്തരത്തിലുള്ള ഡിസീസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനിപ്പോൾ ഒരു മെഡിസിൻ എന്താണ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം ഈ പറയുന്ന ആനിമൽസിൽ ട്രാൻസ്ജനിക് മോഡൽസ് ആയിട്ട് നമ്മൾ പറയുന്ന ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനകത്ത് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അതിനുശേഷം മാത്രം നമുക്ക് പിന്നെ ഹ്യൂമനിലോട്ട് ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും അല്ലെങ്കിൽ ആ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സും ഒക്കെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. പിന്നെ വരുന്നത് ബയോളജിക്കൽ പ്രോഡക്ട്സ്. Medicines required to treat certain human diseases can contain biological products, but such products are often expensive to make. Transgenic animals that produce useful biological products can be created by the introduction of the portion of DNA which codes for a particular product, such as human protein used to treat emphysema. Similar attempts are being made for treatment of phenylketonuria and cystic fibrosis. In 1997, the first transgenic cow, Rosie, the first
transgenic cow Rosie produced human protein enriched milk 2.4 grams per liter. The milk contained the human alpha lactalbumin and was nutritionally a more balanced product for human babies than natural cow milk. മനസ്സിലായത്? ഇങ്ങനത്തെയുള്ള ആനിമൽ മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചില ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള മെഡിസിൻസും അങ്ങനത്തെ ബയോളജിക്കൽ പ്രോഡക്ട്സ് നമുക്ക് ഇവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ ആയിട്ടുള്ള റോസിയുടെ പ്രത്യേകത എന്താണ്? ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച് ആയിട്ടുള്ള മിൽക്ക്. ഓക്കെ, ഇവർ ഈ ഒരു ട്രാൻസ്ജനിക് കൗ നോർമൽ കൗ അല്ല, നമ്മൾ അതിലോട്ട് എന്താണ് ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് മോഡിഫൈ ചെയ്തെടുക്കുന്ന കൗ ആണ്. ഈ കൗവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച് ആയിട്ടുള്ള മിൽക്കാണ്. പിന്നെ അതായത് ഈ മിൽക്കിനകത്തുള്ള പ്രോട്ടീൻ എന്താണ്? ആൽഫ, നമ്മുടെ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ പ്രോട്ടീൻ ഇല്ലേ, അത് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്ന തരത്തിലുള്ള മിൽക്കായിരിക്കും ഈ ട്രാൻസ്ജനിക് കൗ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്താണോ അതിന് വേണ്ട ജീനിനെ നമ്മൾ സർട്ടൻ ആനിമൽസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് നാച്ചുറലി നമുക്ക് ആ പ്രോഡക്റ്റിനെ കളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തത് വാക്സിൻ സേഫ്റ്റി. എന്താണ്? ട്രാൻസ്ജനിക് മൈസ് ആർ ബീയിങ് ഡെവലപ്ഡ് ഫോർ യൂസ് ഇൻ ടെസ്റ്റിംഗ് ദ സേഫ്റ്റി ഓഫ് വാക്സിൻസ് ബിഫോർ ദേ ആർ യൂസ്ഡ് ഇൻ ഹ്യൂമൻസ്. ഹ്യൂമനിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാക്സിൻസിന് ഈ എലികളിലൊക്കെ പരീക്ഷണം നടത്താൻ പറ്റും. സോ അത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ജനിക് മൈസുകളായിരിക്കും. ഓക്കെ, അടുത്ത് പറയുന്നത് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇതിപ്പോൾ വാക്സിൻ്റെ മാത്രം എടുത്ത് പറഞ്ഞു, അതുപോലെ എന്ത് കെമിക്കൽസിൻ്റെ ആയാലും അതിൻ്റെ ടോക്സിസിറ്റിയും സേഫ്റ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ പലതരത്തിലുള്ള ഡ്രഗ് മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതിൻ്റെ എല്ലാം ഇഫക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസ്ജനിക് ആനിമൽസിന് യൂസ് ചെയ്യാം. ഇനി ഇതിൽ വരുന്ന എത്തിക്കൽ ഇഷ്യൂസ് നോക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് GEAC എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കുക. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നാണ്. GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. The Indian government has set up organizations such as GEAC, which will make decisions regarding the validity of GM research and the safety of introducing GM organisms for public services. മനസ്സിലായോ? നമ്മൾ ചുമ്മാ ആർക്കും പോയി ഒരു ലാബിട്ട് അവിടെ GM ക്രോപ്സിനെയോ GM ആനിമൽസിനെയോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വഴിതെളിക്കും. സോ നമുക്ക് ഒരു അപ്രൂവൽ കമ്മിറ്റി ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെത്. അതാണ് GEAC എന്ന് പറയുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു GM റിസർച്ച് ചെയ്യാനും അതുവഴി നമുക്ക് ഓർഗാനിസംസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പബ്ലിക് സർവീസസിലോട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബയോപൈറസി എന്നുള്ള ടേം നോക്കുക. ബയോപൈറസി ഈസ് ദ ടേം യൂസ്ഡ് ടു റെഫർ to the use of bioresources by multinational companies and other organizations without proper authorization from the countries and people concerned without compensatory payment. ഇപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് അയാളുടെ ഇൻവെൻറ്ററി പ്രോഡക്റ്റ് വാങ്ങണം അല്ലേ, അതിനൊരു കോമ്പൻസേറ്ററി പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനെ പോയി മോഷ്ടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് കൂട്ടുകളൊക്കെ മനസ്സിലാക്കി അതേ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ബയോപൈറസിയാണ്. ഓക്കെ, സോ ബയോപൈറസി, നമ്മൾ പൈറസി എന്ന് പറഞ്ഞാൽ തന്നെ മോഷണമാണല്ലേ. അപ്പോൾ ബയോപൈറസി എന്ന് പറയുന്നത് ഈ നമ്മുടെ ബയോടെക്നോളജിക്കകത്ത് വരുന്ന ബയോപൈറസിയാണ്. ബയോടെക്നോളജിക്കകത്ത് വരുന്ന പൈറസിയാണ്. ഇവിടെ പൈറസി നടത്തുന്ന എന്തിൻ്റെയാണ്? ബയോ റിസോഴ്സസിൻ്റെ അല്ലേ, ലിവിങ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ പൈറസിനെയാണ് ബയോപൈറസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നന്നായിട്ട് പഠിക്കുക.